Good evening. Good evening. ഇന്നെന്തേ 4 പേരേ ഉള്ളല്ലോ? 6 ആയി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവോ? ഇനി വരുമോ? അപ്പൊ ഒരു കാര്യം ചെയ്തേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചത് പേ ബാക്ക് പീരീഡ് ആണ്. അപ്പോ പേ ബാക്ക് പീരീഡ് അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ARR. എഴുതിക്കോളൂ, ARR. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ബ്രാക്കറ്റിൽ എഴുതാ ARR. Under this method, expected earnings from investment over the whole life of the asset, are taken into account. Taken into account This is known as accounting rate of return method. Accounting rate of return method. Accounting rate of return method. Accounting rate of return method, comma, for the reason that here the accounting concept of profit, ബ്രാക്കറ്റിൽ ഏതാ, profit after depreciation and after tax. Profit after depreciation and after tax, bracket closed. Profit after depreciation and after tax, bracket leda. That is PADAT. PADAT. Rather than cash inflow is taken into account. Full stop. Various projects are ranked. Full stop. Various projects are ranked on the basis of rate of return. And the one with, 1 to 10 years, 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 1
highest rate of return, the one with highest rate of return is accepted. Is accepted. Full stop. If there is only one project in hand, if there is only one project in hand, comma, the decision is taken on the basis of, the decision is taken on the basis of minimum rate specified by the management. Minimum rate specified by the management. ഇനി താഴെ എഴുതാം, ഫോർമുലയാണ് average rate of return. Average rate of return equals average annual earnings from the project. Average annual earnings from the project divided by average investment in the project. Average investment in the project into 100. Into 100. ഇനി അതിന് താഴെ എഴുതാം, average annual earnings equals average annual earnings equals total of expected annual earnings, total of expected annual earnings after depreciation and tax, after depreciation and tax, divided by number of years, divided by number of years. ഇനി അതിന്റെ താഴെ എഴുതാം, average investment can be calculated. Average investment can be calculated where there is no salvage value. No salvage value. ഈ അതിന്റെ താഴെ എഴുതാ ഫോർമുലയാണ് salvage value. Original cost of the project divided by 2. Original cost of the project divided by 2. അതിന്റെ താഴെ എഴുതാം, when there is salvage value. When there is salvage value. ഫോർമുലയാണ് താഴെ എഴുതാം, ഒറിജിനൽ കോസ്റ്റ് minus salvage value divided by 2 plus salvage value അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേ ബാക്ക് മെത്തേഡാണ് പഠിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു
ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡ് എന്നും മോഡേൺ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡിൽ രണ്ട് മെത്തേഡ് വരുന്നത്, ഒന്ന് പേ ബാക്കും രണ്ടാമത്തെയാണ് ARR, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. പേ ബാക്ക് പീരീഡ് മെത്തേഡിലാണെങ്കിൽ പ്രോജക്റ്റ് വിത്ത് ഷോർട്ടസ്റ്റ് പേ ബാക്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി ഈ പേ ബാക്ക് മെത്തേഡിന്റെ ഏറ്റവും വലിയ നമ്മൾ ലിമിറ്റേഷൻസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പേ ബാക്ക് പീരീഡ് കഴിഞ്ഞും പ്രോജക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ ആ കാലഘട്ടത്തിലെ റിട്ടേൺസിനെ കുറിച്ചൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഏർണിങ്സ് ടോട്ടലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ് പേ ബാക്ക് പീരീഡില്. അപ്പോൾ ഈ ക്രിറ്റിസിസം ഓവർകം ചെയ്യാനായിട്ട് രണ്ടാമത് ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോ ഈ മെത്തേഡിലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ഏർണിങ്സ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഓവർ ദ ഹോൾ ലൈഫ് ഓഫ് ദ അസറ്റ്. ഒരു പ്രോജക്റ്റ് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലത്തെ ഏർണിങ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് സെലക്ഷൻ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ടോട്ടൽ ഏർണിങ്സ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് 10 വർഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ 10 വർഷത്തെ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് അത് കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ ഈ ARR മെത്തേഡിലെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാല് ഇവിടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ്. ഡിപ്രിസിയേഷൻ കുറച്ച് ടാക്സ് കുറച്ചിട്ടുള്ള ഇതാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക, പേ ബാക്ക് പീരീഡിലാണെങ്കിൽ നമ്മൾ PBD-80 ആണ് എടുത്തിരുന്നത്. PBD-80 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. ഇവിടെ ARR മെത്തേഡിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ്. അപ്പൊ പേ ബാക്കും ARR-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ARR-ൽ നമുക്ക് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. ഒന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, രണ്ട് ടാക്സ് കുറയ്ക്കണം. പക്ഷെ പേ ബാക്കിൽ മൂന്നാമത് ഒന്നുകൂടി നമ്മൾ ചെയ്തു, കുറച്ച് ഡിപ്രീസിയേഷൻ എമൗണ്ട് വീണ്ടും നമ്മൾ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് അവിടുത്തെ കോൺസെപ്റ്റ് PBD-80 ആയത്. ഇവിടെ ARR മെത്തേഡില് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് PAD-80 ആണ്. PAD-80 എന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കുക, ടാക്സ് കുറയ്ക്കുക. ഇനി ഈ മെത്തേഡിലെ according to the ARR method, projects are ranked on the basis of the rate of return. Projects rank ചെയ്യുന്നത് rate of return മെത്തേഡിലാണ്. And the one with the highest rate of return is accepted. Project സെലക്ഷനിലോട്ട് വരുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലുള്ള പ്രോജക്റ്റ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പേ ബാക്കിലാണെങ്കിൽ പ്രോജക്ട് വിത്ത് ഷോർട്ടസ്റ്റ് പേ ബാക്ക് ആക്സെപ്റ്റ് ചെയ്തത്. ARR-ലാവുമ്പോൾ പ്രോജക്ട് വിത്ത് ഹയസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ആക്സെപ്റ്റഡ്. ഇനി ഇഫ് ദർ ഈസ് ഓൺലി വൺ പ്രോജക്ട് അണ്ടർ കൺസിഡറേഷൻ, ഒരു പ്രോജക്റ്റ് കൺസിഡർ ചെയ്യുന്നു, അപ്പൊ ദ ഡിസിഷൻ ഈസ് ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് ദ മിനിമം റേറ്റ് സ്പെസിഫൈഡ് ബൈ ദ മാനേജ്മെന്റ്. ഇപ്പൊ ഒരു പ്രോജക്റ്റ് നമ്മൾ വർക്ക് ചെയ്യാണ്, അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞു ARR 7% ആണെങ്കിൽ മാത്രം ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞത് കട്ട് ഓഫ് 7%. നമ്മൾ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തപ്പോ അതിന്റെ ARR happens to be 9%. അപ്പൊ നമ്മൾ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്ട് ചെയ്യോ? പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്ട് ചെയ്യോ? വീണ്ടും പറയാ, ഒരു മാനേജ്മെന്റ് പ്രോജക്റ്റിലെ വർക്ക്ഔട്ട് ചെയ്തപ്പോ പറഞ്ഞു 7% ആണ് ARR ആണെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഇനി പ്രോജക്റ്റിലെ വർക്ക്ഔട്ട് ചെയ്തപ്പോ അതിന്റെ ARR 9% ആണ്. അപ്പൊ മാനേജ്മെന്റ് ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്ട് ചെയ്യോ എന്ന് പറഞ്ഞ ഇനി വൺ. മെസ്സേജ് ചെയ്താലും മതി. ആരും കേൾക്കണില്ലേ? ഞാൻ പേര് വിളിക്കണോ ഇനി? അനശ്വര,
ജിതിൻ, ജിതിൻ, അന്ന, അക്ഷര, ആതിര, ശ്രീലക്ഷ്മി, കേൾക്കുന്നില്ലേ നിങ്ങള്? മിസ് നെറ്റ് ഇഷ്യൂ ഉണ്ട്. ക്വസ്റ്റ്യൻ വൺസ് മോർ. ആ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അത് പറയണേ. കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കാവോ? ഞാൻ പറഞ്ഞത് ഒരു ARR എന്താണെന്ന് മനസ്സിലായോ? പറഞ്ഞത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണ് ജിതിൻ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു പ്രോജക്റ്റ് ഒരു മാനേജ്മെന്റ് പറയാണ്, ഒരു അപ്പോ പ്രോജക്റ്റിലെ ഒരു മാനേജ്മെന്റ് പ്രോജക്റ്റില് വർക്ക്ഔട്ട് ഒരു പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മാനേജ്മെന്റ് പറയാണ് ആ പ്രോജക്റ്റിന്റെ ARR 7% 7% ആണെങ്കിലേ അത് പറ്റുള്ളൂ. ഇനി പ്രോജക്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തപ്പോ അതിന്റെ ARR 9% ആണ്. അപ്പോ മാനേജ്മെന്റ് ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്ട് ചെയ്യോ? പ്രോജക്റ്റ് റിജക്ട് ചെയ്യോ? റിജക്ട് ചെയ്യണ എങ്ങനെയാ? പ്രോജക്റ്റിന്റെ ARR 7% ആണെങ്കിലേ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിലെ പ്രോജക്റ്റിന്റെ ARR 9% ആണ്. അപ്പോ മാനേജ്മെന്റ് ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യല്ലേ ചെയ്യാ? ജിതിൻ മനസ്സിലായോ? മാനേജ്മെന്റ് പറയണ 7 വേണം. ഇത് 7 ഇപ്പൊ മുകളിലാ വന്നിക്കണം, 9%. അപ്പോ മാനേജ്മെന്റ് ആ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. പേ ബാക്കിന്റെ ഷോർട്ടസ്റ്റ് പേ ബാക്ക് എടുക്കുന്നത്. ഇവിടെ ARR നേരെ തിരിച്ചാ. പ്രോജക്റ്റ് വിത്ത് ഹയസ്റ്റ് ARR ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് there are 4 project under consideration, A, B, C and D. ഇനി പ്രോജക്റ്റ് എയുടെ ARR 6%, പ്രോജക്റ്റ് ബിയുടെ 5%, പ്രോജക്റ്റ് സിയുടെ 8%, പ്രോജക്റ്റ് ഡിയുടെ 9%. അപ്പൊ 4 പ്രോജക്റ്റിന്റെ ARR ആണ് പറഞ്ഞത്. പ്രോജക്റ്റ് എയുടെ ARR 6%, പ്രോജക്റ്റ് ബി 5%, പ്രോജക്റ്റ് സി 8%, പ്രോജക്റ്റ് ഡി 9%. അപ്പൊ ഈ 4 പ്രോജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോ മാനേജ്മെന്റ് ഏത് പ്രോജക്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുക? ജിതിൻ കറക്റ്റ് ആണ്. ഏതാണ്? പ്രോജക്റ്റ് ഡി. കാരണം ഒന്നിലധികം പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രോജക്റ്റിന്റെ ARR ആണോ കൂടുതൽ, ആ ARR കൂടുതലുള്ള പ്രോജക്റ്റ് ആയിരിക്കും മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ എക്സാമ്പിളിലെ ARRന്റെ പെർസെൻറ്റേജ് 5, 6, 8, 9 ആണ്. 9% ARR നൽകുന്ന പ്രോജക്റ്റ് ഏതാണ്? പ്രോജക്റ്റ് ഡി ആണ്. അപ്പോ പ്രോജക്റ്റ് ഡി ആയിരിക്കും മാനേജ്മെന്റ് സെലക്ട് ചെയ്യുക. ഇനി
രജിതിൻ, അഭിരാമി, അന്ന, അനശ്വര, ജിത്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ഡി ആണ്, പ്രോജക്ട് ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി ARR കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് അടുത്ത് നമ്മൾ എഴുതിയത്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആവറേജ് ആനുവൽ ഏർണിംഗ്സ് ഫ്രോം ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്രോജക്ട് ഇൻടു 100. ARR കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആവറേജ് ആനുവൽ ഏർണിംഗ്സ് ഫ്രോം ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്രോജക്ട് ഇൻടു 100 ആണ്. ഇതാണ് ഫോർമുല. അപ്പൊ ആവറേജ് ആനുവൽ ഏർണിംഗ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ഏർണിംഗ്സിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ആനുവൽ ഏർണിംഗ്സ് കിട്ടും. ആവറേജ് ആനുവൽ ഏർണിംഗ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ ഓഫ് ദ എക്സ്പെക്ടഡ് ആനുവൽ ഏർണിംഗ്സ്. അപ്പൊ ഏർണിംഗ്സ് എടുക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു ഇത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇവിടെ PAT എടുക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. അതിന്റെ ടോട്ടൽ എടുത്തിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ആനുവൽ ഏർണിംഗ്സ്. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാൻ. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ രണ്ട് ഇത് വരും. ഒന്ന്, ചില പ്രോബ്ലത്തിൽ സാൽവേജ് വാല്യൂ ഉണ്ട്. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ക്രാപ്പ് വാല്യൂ എന്നാണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു മെഷീൻ യൂസ് ചെയ്ത് അവസാനം അത് ആക്രിക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ കിട്ടുന്ന വാല്യൂനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതിനെയാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ചില പ്രോബ്ലത്തിൽ സാൽവേജ് വാല്യൂ ഉണ്ടാവില്ല, 0 ആയിരിക്കും. അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി ചില പ്രോബ്ലത്തിൽ സാൽവേജ് വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ കേസിലെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒറിജിനൽ കോസ്റ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സാൽവേജ് വാല്യൂ. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? അപ്പൊ ആവറേജ് ആനുവൽ ARR, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആവറേജ് ആനുവൽ ഏർണിംഗ്സ് ഫ്രോം ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻടു 100. ഇതാണ് ഫോർമുല. ആവറേജ് ആനുവൽ ഏർണിംഗ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഓഫ് ദ ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ പ്രോജക്ട് ലൈഫ്, നമ്പർ ഓഫ് ഇയേഴ്സ്. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ സാൽവേജ് വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമുല ഒറിജിനൽ കോസ്റ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സാൽവേജ് വാല്യൂ. ഇനി സാൽവേജ് വാല്യൂ ഇല്ലാത്ത പ്രോബ്ലത്തിലാണെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ 2. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ പ്രോജക്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ പ്രോജക്ട് is rupees 5 lakh. is rupees. നിങ്ങൾക്ക് ഇതിന്റെ PDF കോപ്പി കിട്ടി അയച്ചു തന്നായിരുന്ന? PBDD 4 ചാപ്റ്ററിന്റെ കോപ്പി അയച്ചു തന്നായിരുന്ന PDF? എന്നാ ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തേ. യെസ് ഓർ നോ? നോ. യെസ്. അല്ല, സാറിനോട് ഞാൻ പറഞ്ഞായിരുന്നേ. അപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതേണ്ട സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ എഴുതിയോളൂ. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ പ്രോജക്ട് ഈസ് rupees 5 lakh. The returns after depreciation and tax, the returns after depreciation and tax during the life of the asset, during the life of the asset are estimated to be rupees 1,50,000, rupees 1,50,000, comma rupees 1,25,000,
ഒന്നുകൂടി ഞാൻ പറയാം. The returns after depreciation and tax during the life of the asset are estimated to be 1,50,000, 1,25,000, 1 lakh, rupees 75,000, and rupees 50,000, Calculate average rate of return. Calculate average rate of return. ആ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താണ്? പ്രോജക്ട് കോസ്റ്റ് എത്രയാണ്? 5 lakh. ഈ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺസ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് 5 വർഷത്തിൽ തന്നിക്കണം. 1,50,000, 1,25,000, 1,75,000 and 50,000. അപ്പോ നമ്മൾ ആദ്യം എന്താ എഴുതണ്ടേ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഈക്വൽസ് 5 lakh. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 5 lakh. ഇനി പ്രോജക്ട് ലൈഫ് എത്രയാ? പ്രോജക്ട് ലൈഫ് ആർക്കും അറിയാം? പ്രോജക്ട് ലൈഫ് എത്രയാ? 5. കാരണം എന്താ? 5 വർഷത്തെ ഏർണിങ്സ് അല്ല തന്നിരിക്കണത്. അപ്പൊ പ്രോജക്ട് ലൈഫ് 5. ഇനി ഇതിന്റെ ഫോർമുല എന്താണ്? ഫോർമുല എന്താ? ആവറേജ് ആനുവൽ ഏർണിങ്സ് ഫ്രോം ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. Average annual earnings from the project divided by average investment into 100. Average annual earnings എത്രയാ? Average annual earnings കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ പ്രോജക്ട് ലൈഫ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ്. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യണ്ട. ഈ 5 വർഷത്തെ ഏർണിങ്സ് ആഡ് ചെയ്യാം. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ഏർണിങ്സ് കിട്ടും. എത്രയാണ് ആവറേജ് ഏർണിങ്സ്? 5 വർഷത്തെ ഏർണിങ്സ് ആഡ് ചെയ്തേ, എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. അപ്പൊ ആവറേജ് ഏർണിങ്സ് എത്ര വരും? എത്ര വരും ആവറേജ് ഏർണിങ്സ്? ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ? ടോട്ടൽ ഏർണിങ്സ് എത്രയാ? ടോട്ടൽ ഏർണിങ്സ് ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടുന്നേ? 5 വർഷത്തെ ഏർണിങ്സ് ആഡ് ചെയ്യാം. 1,50,000, 1,25,000, 1,75,000, 50,000 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോ 5 lakh എന്ന് കിട്ടില്ലേ? ഇനി 5 വർഷത്തെ ഏർണിങ്സ് തന്നിക്കണം. അപ്പൊ 5 lakh ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോ ആനുവൽ ഏർണിങ്സ് എത്ര വരും? 1 lakh. ഇനി അടുത്തത് ആവറേജ് ആനുവൽ ഏർണിങ്സ് 1 lakh. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഈ പ്രോബ്ലത്തിൽ സാൽവേജ് വാല്യൂ ഉണ്ടോ? സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ? സ്ക്രാപ്പ് വാല്യൂ സാൽവേജ് വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഫോർമുല എന്താണ്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ 2. ഒറിജിനൽ കോസ്റ്റ്, പ്രോജക്ട് കോസ്റ്റ് എത്രയാണ്? 5 lakh. 5 lakh ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്ര വരും? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്ര വരും? 5 lakh divided by 2, 2,50,000. 2,50,000. ഇനി ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഫോർമുലയിലെ. ഫോർമുല എന്താ? ആവറേജ് ആനുവൽ ഏർണിങ്സ് ഫ്രോം ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. എപ്പോഴും ARR% പറയാ. അപ്പൊ ആവറേജ് ആനുവൽ ഏർണിങ്സ് എത്രയാ? 1 lakh. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 2,50,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ ARR എത്രയാണ്? 40%.
ആൻസർ 40%. ബോർഡിൽ ചെയ്യണോ? ബോർഡിൽ ചെയ്യണോ? ബോർഡിൽ ചെയ്യണോ? ഒന്ന് പറഞ്ഞൊന്ന് റെസ്പോണ്ട് ചെയ്യേ. വേണം. ബോർഡിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ? യെസ്. ARR കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആവറേജ് ആനുവൽ ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻടു 100. ആവറേജ് ആനുവൽ ഏർണിംഗ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഏർണിംഗ്സ് 1,50,000 പ്ലസ് 1,25,000 പ്ലസ് 1 lakh പ്ലസ് 75,000 പ്ലസ് 50,000. 5 വർഷമാണ്. അപ്പൊ 5. അപ്പൊ 5 lakh ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ ആവറേജ് ആനുവൽ ഏർണിംഗ്സ് എന്ന് പറയുന്നത് ആവറേജ് ആനുവൽ ഏർണിംഗ്സ് എന്ന് പറയുന്നത് 1 lakh. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്, ഇതിൽ സ്ക്രാപ്പ് വാല്യൂ ഇല്ല. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ ഇല്ലെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാല് original cost of the project, original cost of the project divided by 2 ആണ്. പ്രോജക്ട് കോസ്റ്റ് എത്രയാണ്? പ്രോജക്ട് കോസ്റ്റ് എത്രയാണ്? 5 lakh ആണ്. ദാറ്റ് ഈസ് 5 lakh ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 2,50,000 ആണ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ആവറേജ് ആനുവൽ ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻടു 100. ആവറേജ് ആനുവൽ ഏർണിംഗ്സ് 1 lakh, ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് 2,50,000 ഇൻടു 100. അപ്പൊ ഇത് ചെയ്യുമ്പോ ARR 40%. ആദ്യം നിങ്ങൾ പ്രോബ്ലത്തില് ഫോർമുല എഴുതാം. ആവറേജ് ആനുവൽ ഏർണിംഗ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ പ്രോജക്ട് ലൈഫ് ആണ്. പിന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് സാലറേജ് വാല്യൂ ഇല്ല. അപ്പൊ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് ഡിവൈഡഡ് ബൈ 2. അപ്പൊ 2,50,000. 1 lakh ഡിവൈഡഡ് ബൈ 2,50,000 ഇൻടു 100 ചെയ്യുമ്പോൾ ARR 40%. എഴുതിയെടുത്തോ? എഴുതി കഴിഞ്ഞാ?
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. rank the following investment proposals. Rank the following investment proposals on the basis of ARR. On the basis of ARR. Rank the following investment proposals on the basis of ARR. 3 കോളം വരയ്ക്കാം. 3 കോളം. 3 കോളം വരയ്ക്കാം. അതിലെ സെക്കൻഡ് കോളം ഹെഡിങ് പ്രപ്പോസൽ 1, തേർഡ് കോളം ഹെഡിങ് പ്രപ്പോസൽ 2. പ്രപ്പോസൽസ് 2. ഇനി ഫസ്റ്റ് കോളത്തിലെ താഴെ എഴുതാ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. അതിൽ പ്രപ്പോസൽ 1ന്റെ താഴെ എഴുതാ 60,000. 60,000. പ്രപ്പോസൽ 2ന്റെ താഴെ എഴുതാ 70,000. 70. ഇനി ഫസ്റ്റ് കോളത്തിലെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിന്റെ താഴെ എഴുതാ റിട്ടേൺസ് ബിഫോർ ഡിപ്രിസിയേഷൻ. റിട്ടേൺസ് ബിഫോർ ഡിപ്രിസിയേഷൻ. ആ റിട്ടേൺസ് ബിഫോർ ഡിപ്രിസിയേഷന്റെ താഴെ എഴുതാ ഇയർ 1, 2, 3, 4, 5, 6, 7. റിട്ടേൺസ് ബിഫോർ ഡിപ്രിസിയേഷന്റെ താഴെ എഴുതാ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത് ഇയർ. 1, 2, 3, 4, 5, 6, 7. ഇനി പ്രപ്പോസൽ 1ന്റെ കോളത്തിൽ താഴെ എഴുതാ 25,000, 20,000, 16,000, 16,000, 14,000, 10,000. ഞാൻ ഒന്നുകൂടി വായിക്കാം. പ്രപ്പോസൽ 1ന്റെ കോളത്തിൽ ആദ്യം നമ്മൾ 60,000 എഴുതി ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ രണ്ടാമത്തെ വാല്യൂ ഫസ്റ്റ് കോളത്തിൽ എഴുതി റിട്ടേൺസ് ബിഫോർ ഡിപ്രിസിയേഷൻ. ഇയർ ആണ് കൊടുത്തത് 1, 2, 3, 4, 5, 6, 7. ഇപ്പൊ പ്രപ്പോസൽ 1ന്റെ കോളത്തിലെ 5 വർഷത്തെ വാല്യൂസ് തന്നിട്ടുള്ളൂ. പ്രപ്പോസൽ 1ന്റെ കോളത്തിലെ വാല്യൂസ് 25,000, 20,000, 16,000, 14,000, 10,000. 6ാമത്തെ വർഷം 7ാമത്തെ വർഷത്തെ ഏർണിങ്സ് തന്നിട്ടില്ല. ഇല്ല. ഇനി പ്രപ്പോസൽ 2. പ്രപ്പോസൽ 2ന്റെ കോളത്തിലെ എഴുതാ 5,000, 10,000, 15,000, 15,000, 25,000, 30,000, 30, 20,000, 10,000. ഒന്നുകൂടി പറയാം. പ്രപ്പോസൽ 2ന്റെ കോളത്തിലുള്ളത് 5,000, 10,000, 15,000, 25,000, 30,000, 20,000, 10,000. ഇനി ഫസ്റ്റ് കോളത്തിലെ അതേത് എക്കണോമിക് ലൈഫ്. എക്കണോമിക് ലൈഫ് പ്രപ്പോസൽ 1ന്റെ കോളത്തിൽ 5 years എഴുതാ. പ്രപ്പോസൽ 2ന്റെ കോളത്തിൽ എഴുതാ 7 years. അപ്പൊ ടേബിൾ വാല്യൂസ് കഴിഞ്ഞു. ഇനി അതിന്റെ ടേബിളിന് താഴെ എഴുതാ depreciation is to be provided. Depreciation is to be provided on straight line method. On straight line method. Ignore income tax. Ignore income tax. There is no residual value.
there is no residual value. ഇത് 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഈ പ്രോബ്ലം, ഈ ടൈപ്പ് പ്രോബ്ലം. അപ്പോ ക്വസ്റ്റ്യനിൽ എന്താ തന്നിക്കുന്നത്? രണ്ട് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിക്കുന്നത്. പ്രോജക്ട് 1 അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് 60,000, പ്രപ്പോസൽ 2 പ്രോജക്ട് 2ന്റെ 70,000. പ്രോജക്ട് 1 അല്ലെങ്കിൽ പ്രപ്പോസൽ 1 5 വർഷത്തെ ഏർണിങ്സ് തന്നിട്ടുണ്ട്. പക്ഷെ പ്രോജക്ട് 2 7 വർഷത്തെ ഏർണിങ്സ് തന്നു. അപ്പൊ അതിന്റെ അർത്ഥം പ്രപ്പോസൽ 1ന്റെ ലൈഫ്, പ്രോജക്ട് ലൈഫ് 5 ഇയർ, പ്രപ്പോസൽ 2ന്റെ പ്രോജക്ട് ലൈഫ് 7 ഇയേഴ്സ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് പ്രോജക്റ്റ് ആണ്, ഏത് പ്രപ്പോസൽ ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ രണ്ട് പ്രപ്പോസലിന്റെയും ARR നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ ഡിപ്രീസിയേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് ഓൺ സ്ട്രേറ്റ് ലൈൻ. രണ്ട് തരത്തില് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് സ്ട്രേറ്റ് നിങ്ങൾ പഠിച്ചു കാണാം, അക്കൗണ്ടൻസിൽ അറിയാവോ? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്. പക്ഷെ ഇതില് അറിയാം. യെസ്. അപ്പോ ഇവിടെ ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ പിന്നെ വീണ്ടും പറഞ്ഞ ടാക്സ് ഇല്ലെന്ന്, അതുപോലെ സ്ക്രാപ്പ് വാല്യൂ ഇല്ല. റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ സാൽവേജ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഇല്ല. അപ്പോ ഞാനിവിടെ ഒരു കാര്യം, ഞാൻ പ്രപ്പോസൽ 1ന്റെ ARR ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഈ തന്നിരിക്കുന്ന ഏർണിങ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ ഡിപ്രീസിയേഷന്റെ പെർസെൻറ്റേജ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടെന്ന്. ആർക്ക് പറയാം? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താണ് ഫോർമുല? പ്രോജക്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രോജക്റ്റ് ലൈഫ്. ഈ സ്ക്രാപ്പ് വാല്യൂ ഇല്ലേ, സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമുല എന്താവും? ഞാൻ കഴിഞ്ഞ ഇതിൽ പേ ബാക്കിലെ ഒരു പ്രോബ്ലത്തിൽ ഇതിന്റെ ഫോർമുല ഞാൻ എഴുതി തന്നിട്ടുണ്ട്. എന്താണ്? ഒറിജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ, അല്ല, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ പ്രോജക്റ്റ് ലൈഫ്. ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. ഇതിൽ സ്ക്രാപ്പ് വാല്യൂ ഇല്ല. അപ്പൊ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോജക്റ്റ് ലൈഫ്. അപ്പോ ഫസ്റ്റ് പ്രോജക്റ്റിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഒന്ന് കണ്ടുപിടിച്ചേ. ഫോർമുല പ്രോജക്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രോജക്റ്റ് ലൈഫ് ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ എത്രയൊന്ന് വേഗം ചെയ്തേ. ആനുവൽ ഡിപ്രീസിയേഷൻ പ്രോജക്റ്റ് 1, ഫോർമുല ഒറിജിനൽ പ്രോജക്റ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രോജക്റ്റ് ലൈഫ്. പ്രോജക്റ്റ് കോസ്റ്റ് എത്രയാ? 60,000. പ്രോജക്റ്റ് ലൈഫ് എത്രയാ? 5 ഇയേഴ്സ്. 60,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റിന്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 12,000. ഇനി നമ്മൾ എന്തിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചാലേ ഈ ഏർണിങ്സിൽ നിന്ന് ആദ്യം ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, പിന്നെ ടാക്സ് കുറയ്ക്കണം. പക്ഷെ ഈ പ്രോബ്ലത്തിൽ പറയുന്നത് ടാക്സ് ഇല്ല. അപ്പൊ നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് റിട്ടേൺസ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പോ ഞാൻ ബോർഡിൽ ചെയ്യാം. ആദ്യം എഴുതേണ്ടത് ആനുവൽ ഡിപ്രീസിയേഷൻ. അത് മനസ്സിലായല്ലോ. 60,000 ബൈ 5 ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ 12,000 ആണ്.
അപ്പൊ എന്താ പ്രോജക്ട് 1ന്റെ ഡീറ്റെയിൽസ് ഓഫ് പ്രോബ്ലം റിട്ടേൺസ് ബിഫോർ ഡിപ്രീസിയേഷൻ. ഇനി അടുത്ത കോളം എന്താണ്? നമ്മൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിച്ചു. എത്രയാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് കണ്ടുപിടിച്ചത്? 12,000. അപ്പൊ ത്രൂ ഔട്ട് ഡിപ്രീസിയേഷൻ എമൗണ്ട് 12,000. ഇനി അടുത്ത കോളം എന്താണ്? റിട്ടേൺസ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള റിട്ടേൺസ്. അപ്പൊ എന്ത് ചെയ്യുന്നു? 25,000 മൈനസ് 12,000. അപ്പൊ എത്ര വരും? 13,000. 20,000 മൈനസ് 12,000 8,000. 16,000 മൈനസ് 12,000 4,000. 14,000 മൈനസ് 12,000 2,000. 10,000 മൈനസ് 12,000 മൈനസ് 2,000. ഇനി എന്താണ് ഫോർമുല? എന്താണ് ഫോർമുല? ഇനി എന്താണ്? ആവറേജ് ആനുവൽ ആവറേജ് ഏർണിങ്സ് റിട്ടേൺ. ARR കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആവറേജ് ആനുവൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. ആവറേജ് ആനുവൽ ഏർണിങ്സ് എത്രയാണ്? ഈ കോളം ഒന്ന് കൂട്ടിയ റിട്ടേൺസ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ഈ കോളം കൂട്ടുമ്പോൾ നമുക്ക് അറൗണ്ട് ആവറേജ് ടോട്ടൽ ഏർണിങ്സ് 25,000 കിട്ടും. പ്രോജക്ട് ലൈഫ് എത്രയാ? 5 ആണ്. അപ്പൊ 5,000 ആണ് ആവറേജ് ആനുവൽ ഏർണിങ്സ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോ ഇവിടെ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ഇല്ല. അപ്പോ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രോജക്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. പ്രോജക്ട് കോസ്റ്റ് എത്രയാണ്? ഫസ്റ്റ് പ്രോജക്റ്റിന്റെ 60,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 30,000. അപ്പോൾ 5,000 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ ആൻസർ 16.67%. ഇതെന്താ ചെയ്തത് മനസ്സിലായ? നമ്മളോട് ARR കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ARRന്റെ ഫോർമുല ആവറേജ് ആനുവൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. ആവറേജ് ആനുവൽ ഏർണിങ്സ് എങ്ങനെയാണ്? ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ പ്രോജക്ട് ലൈഫ്. ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ PAD ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ് ഇത്. പക്ഷെ ഇതിൽ ടാക്സ് ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ മാത്രം കുറച്ചാണ്. അപ്പൊ ഡിപ്രീസിയേഷൻ കുറച്ച് എമൗണ്ട് ആണ്. അപ്പൊ ഈ കോളം നമ്മൾ 13,000 പ്ലസ് 8,000 പ്ലസ് 4,000 പ്ലസ് 2,000 പ്ലസ് മൈനസ് 2,000 ചെയ്യുമ്പോൾ ആവറേജ് ഏർണിങ്സ് ടോട്ടൽ ഏർണിങ്സ് 25,000 കിട്ടും. അതിന് പ്രോജക്ട് ലൈഫ് 5 വർഷമായി പ്രോജക്റ്റിന് ഏർണിങ്സ് ഉള്ളു. അപ്പൊ 25,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ആനുവൽ ഏർണിങ്സ് എത്ര കിട്ടും? 5,000. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ആവറേജ് ഇൻവെസ്റ്റ്. ഇതിൽ സ്ക്രാപ്പ് വാല്യൂ ഇല്ല. അപ്പൊ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രോജക്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2. പ്രോജക്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 30,000 കിട്ടും. അപ്പൊ 5,000 ഡിവൈഡഡ് ബൈ 30,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പ്രോജക്ട് 1ന്റെ ARR എന്ന് പറയുന്നത് 16.67%. ഇത് പ്രോജക്ട് 1. ഇനി പ്രോജക്ട് 2ന്റെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇതുപോലെ
സെയിം പ്രൊസീജിയർ തന്നെയാണ്. എഴുതി എടുത്തോളൂ. കഴിഞ്ഞ എഴുതി കഴിഞ്ഞ എഴുതി കഴിഞ്ഞ എഴുതിയെടുത്ത എല്ലാവരും എഴുതി കഴിഞ്ഞ അടുത്ത ചെയ്ത് കഴിഞ്ഞവര് സെക്കൻഡ് യെസ്. ഇനി പ്രോജക്ട് 1 നമ്മൾ ചെയ്തില്ലേ? നിങ്ങൾ ആ പ്രോജക്ട് 2 ഒന്ന് ചെയ്തേ. പ്രോജക്ട് 2 ഒന്ന് ചെയ്തേ. സെയിം പ്രൊസീജിയർ. പ്രൊപ്പോസൽ 2ന്റെ 7th ഇയറിന്റെ വാല്യൂ അല്ലെ 10,000. പ്രൊപ്പോസൽ 2ന്റെ 7th ഇയർ വാല്യൂ 10,000.
സെക്കൻഡ് പ്രോജക്റ്റിന്റെ ARR 18.3%. 18.3%. അന്ന 18.37 കറക്റ്റ് ആണ്. ജിതിൻ 20 അല്ല, അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കാണും. സെക്കൻഡ് പ്രോജക്റ്റിന്റെ ARR 18.3%. അതിലെ എന്താണ് ഡിപ്രീസിയേഷൻ എത്രയാ? ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്ര കിട്ടിയ? സെക്കൻഡ് പ്രോജക്റ്റിന്റെ ഡിപ്രീസിയേഷൻ കിട്ടിയത് എത്രയാ? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ട ആദ്യം 10,000. 10,000 ഡിപ്രീസിയേഷൻ 10,000. അതെങ്ങനെയാ? 70,000 ഡിവൈഡഡ് ബൈ 7. ഇനി നേരത്തെ ചെയ്ത പോലെ ഒരു കോളം വരച്ച് ആ 10,000 റിട്ടേൺസ് ബിഫോർ ഡിപ്രീസിയേഷൻ കോളം ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ 10,000 എന്ന് എഴുതുക. റിട്ടേൺസ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. അപ്പൊ റിട്ടേൺസ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ എത്രയാ? ഫസ്റ്റ് വാല്യൂ 5,000 എന്ന് വരും. മൈനസ് 5,000, then 0, 5,000, 15,000, 20,000, 10,000, 0. അപ്പൊ ആ കോളം വാല്യൂ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45,000. ഇനി ആവറേജ് ആനുവൽ ഏർണിംഗ്സ് കാണാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഏർണിംഗ്സ് 45,000, പ്രോജക്ട് ലൈഫ് 7. അപ്പൊ 45,000 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ ആൻസർ 6,428.5 എന്ന് വരും. അതെന്താണ്? ആവറേജ് ആനുവൽ ഏർണിംഗ്സ്. ആവറേജ് ആനുവൽ ഏർണിംഗ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ ഏർണിംഗ്സ് ഡിവൈഡഡ് ബൈ പ്രോജക്ട് ലൈഫ്. ടോട്ടൽ ഏർണിംഗ്സ് നമ്മൾ കണ്ടുപിടിച്ചു 45,000, പ്രോജക്ട് ലൈഫ് 7 ആണ്. അപ്പൊ 45,000 ഡിവൈഡ് 7 ചെയ്യുമ്പോൾ 6,428.5. ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഫോർമുല ഒറിജിനൽ കോസ്റ്റ് ഡിവൈഡഡ് പ്രോജക്ട് കോസ്റ്റ് എത്രയാണ്? 70,000. 70,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എത്ര വരും? 35,000. അപ്പൊ ARRന്റെ ഫൈനൽ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6,428 ഡിവൈഡഡ് ബൈ 35,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ സെക്കൻഡ് പ്രോജക്റ്റിന്റെ ARR 18.37% എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിയോ? ജിതിൻ മാത്രം മെസ്സേജ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താ? ബോർഡിൽ ചെയ്യണോ? ബോർഡിൽ ചെയ്യണോ? നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റ് ചെയ്ത് അതേപോലെ അതേ പ്രൊസീജിയറാ. നിങ്ങൾ എന്താ ഇന്ന് ക്ലാസ്സിൽ കയറാൻ വൈകിയ? 4:30 ആയിരുന്നില്ലേ ക്ലാസ്? 4:30 അല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് കയറാൻ എന്താ നിങ്ങൾ ലേറ്റ് ആയതാണോ? 5 മണി വരെ ക്ലാസ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് CMA ഇന്റർമീഡിയറ്റ് ക്ലാസ് ഉണ്ട്. CMAയുടെ നിങ്ങൾ ഫൗണ്ടേഷൻ എഴുതുന്ന കുട്ടികളല്ലേ? ഫൗണ്ടേഷൻ കഴിഞ്ഞവരും ഉണ്ട്, കഴിയാത്തവരും ഉണ്ട്. ഫൗണ്ടേഷൻ എഴുതാൻ പോകുന്നവരും ഉണ്ട്, ഫൗണ്ടേഷൻ പാസ്സായവരും ഉണ്ട്. അത് പറയേ. ഞാനിവിടെ കയറാൻ ഈ ലിങ്കില് കയറാൻ എനിക്ക് പറ്റുന്നില്ല. എന്താണാവോ ഇനി എന്റെ വല്ല നെറ്റ് ഇഷ്യൂ ആണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ? ഓക്കെ.
കിട്ടിയ എല്ലാവർക്കും ആൻസറാ? കിട്ടിയില്ലെങ്കിൽ പറയാം, ബോർഡിൽ ചെയ്യാം. വേറെ സമയം പോകണ്ടല്ലോ, നിങ്ങൾക്ക് പരീക്ഷ ഡേറ്റ് വന്നില്ലേ? എന്നാ എക്സാം? എക്സാം എന്നാ? സെപ്റ്റംബർ സെപ്റ്റംബർ 22 ആണ്. ഇനി കുറച്ച് ദിവസമല്ല. അപ്പൊ എനിക്ക് ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പോയാലേ പോർഷൻ തീരുള്ളൂ. കിട്ടിയില്ല ആൻസർ, നമുക്ക് എല്ലായിടത്തിലോട്ട് പോവാം. അപ്പൊ ഈ ഇപ്പൊ ചെയ്ത പ്രോബ്ലം നോക്കിയോളൂ, ഇത് 20 മാർക്സിന് ചോദിക്കാറുണ്ട്. ചെയ്തു കഴിഞ്ഞ എല്ലാവരുടെയും ഇനി ചെയ്തു കഴിഞ്ഞാ എല്ലാവരും ചെയ്താ? ആൻസർ കിട്ടിയാ? അപ്പൊ ഇതിൽ ഫൈനൽ ആൻസർ എങ്ങനെ വരും? ഫസ്റ്റ് പ്രോജക്റ്റിന്റെ എത്രയാണ്? 16.67. സെക്കൻഡ് പ്രോജക്റ്റിന്റെ ARR 18.37. അപ്പോ ഏത് പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ അഡ്വൈസ് ചെയ്യാ? പ്രോജക്റ്റ് 1 ആണോ പ്രോജക്റ്റ് 2 ആണോ? പ്രോജക്റ്റ് 2 അഭിരാമി, കറക്റ്റ്. അപ്പോ എങ്ങനെ എഴുതണം? ഇതിന്റെ താഴെ എന്താ എഴുതണം? Project 2 with the highest ARR is ranked 1 and project 1 is ranked 2. Hence project 2 is recommended. എഴുതിയോളൂ. Project 2 with the highest ARR is ranked 1. And project 1 is ranked 2. Hence, project 2 is recommended. And hence, project 2 is recommended. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതാം. അഡ്വാൻറ്റേജസ് ഓഫ് ARR. Advantages of ARR. ഒന്നാമത്തെ, easy to calculate and simple to understand. Simple to understand. Easy to calculate and simple to understand. രണ്ടാമത്തെ പോയിന്റ്, it takes into account the entire earnings of the project during its economic life. മൂന്നാമത്തെ പോയിന്റ്, this is based on accounting concept of profit. നാലാമത്തെ പോയിന്റ്, this method gives importance to profitability. Rather than liquidity. Next heading, disadvantages.
ഒന്നാമത്തത് this method ignores time value of money. Time value of money. രണ്ടാമത്തെ പോയിന്റ് profit earned at different points of time are equal weights. മൂന്നാമത്തെ പോയിന്റ് it is not suitable where investment in a project is to be made in parts at different points of time. നാലാമത്തെ പോയിന്റ് it takes into account only the accounting profit and not cash inflow which are also important in project evaluation. അപ്പോ എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ARR മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്? ഒന്നാമത്തത് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്നു. രണ്ടാമത്തത് ഈ ARR മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ entire earnings of the project that takes into account while calculating the ARR. അപ്പൊ നമ്മൾ ഈ ചെയ്ത പ്രോബ്ലത്തില് എത്ര വർഷം പ്രോജക്റ്റ് നിലനിൽക്കുന്നുവോ അത്രയും വർഷത്തെ ഏർണിങ്സ് നമ്മൾ കൺസിഡർ ചെയ്യും, എന്നിട്ടല്ലേ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷെ പേ ബാക്കിൽ അങ്ങനെയായിരുന്നില്ല. പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം പ്രോജക്റ്റ് എക്സിസ്റ്റ് ചെയ്യാം, പ്രോജക്റ്റിന് ഏർണിങ്സ് ഉണ്ടാകാം, അതൊന്നും പേ ബാക്കിൽ കൺസിഡർ ചെയ്തില്ല. പക്ഷെ ഈ ARRലെ പ്രോജക്റ്റ് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലത്ത് ഏർണിങ്സ് കൺസിഡർ ചെയ്യും. അതാണ് അതിന്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ് ARR. മൂന്നാമത്തത് ഇതിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. ഇനി പ്രോഫിറ്റബിലിറ്റിക്കാണ് ഇതിൽ ഇമ്പോർട്ടൻസ്, ലിക്വിഡിറ്റിക്ക് അല്ല. എന്ത് ഈ ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിൽ നിന്ന് എന്തുമാത്രം റിട്ടേൺ കിട്ടുന്നു മാത്രമേ അവർ കൺസിഡർ ചെയ്യൂ. ലിക്വിഡിറ്റി അങ്ങനെയല്ല, ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിൽ വരണം. അപ്പൊ എത്രയും പെട്ടെന്ന് കൂടുതൽ ഏർണിങ്സ് കിട്ടിയാലേ ലിക്വിഡിറ്റി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പേ ബാക്കിലെ എത്രയും പെട്ടെന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവർക്ക് തിരികെ കിട്ടുന്നു. അതാണ് ലിക്വിഡിറ്റി, അതാണ് പേ ബാക്ക്. പക്ഷെ ഇവിടെ ലിക്വിഡിറ്റിക്ക് അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണ്? പ്രോഫിറ്റബിലിറ്റിയാണ്. ARR അതിൽ തന്നെ പറയണ്ട, ആവറേജ് ആനുവൽ റിട്ടേൺ. അപ്പോ ഇതൊക്കെ ARRന്റെ അഡ്വാൻറ്റേജ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഈ മെത്തേഡിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? നിങ്ങൾ മനസ്സിലാക്കണം, പ്രസന്റ് മണി ഈസ് മോർ വാല്യുബിൾ ദാൻ ഫ്യൂച്ചർ മണി. ഈ വർഷം നമുക്ക് 100 രൂപ കിട്ടും, അടുത്ത വർഷം ഇതേ ദിവസം 100 രൂപ കിട്ടും. ഈ വർഷം കിട്ടുന്ന 100 രൂപയ്ക്ക് വാല്യൂ കൂടുതലാണ് അടുത്ത വർഷം ഇതേ ദിവസം കിട്ടുന്നത്. കാരണം എന്താ? മണിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടുവരും.
അപ്പൊ ഈ ഇന്ന് 100 രൂപ കൊണ്ട് നമ്മൾ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ പോയി ഒരു ബാസ്ക്കറ്റ് ഓഫ് വെജിറ്റബിളുകൾ വാങ്ങും. അടുത്ത വർഷം ഇതേ ദിവസം 100 രൂപ കൊണ്ട് പോയാൽ ഈ വർഷം കിട്ടിയ വെജിറ്റബിൾ അടുത്ത വർഷം കിട്ടില്ല. കാരണം എന്താ? സാധനങ്ങൾ വെജിറ്റബിൾസിന്റെ വില കൂടും, പണത്തിന്റെ മൂല്യം കുറയും. അപ്പൊ എപ്പോഴും നമ്മൾ പ്രോജക്ട് സെലക്ഷനിൽ വരുമ്പോൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യും. പ്രസന്റ് മണി ഈസ് മോർ വാല്യുബിൾ ദാൻ ഫ്യൂച്ചർ മണി. അപ്പൊ പ്രസന്റിലെ ആണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാവുന്ന ഏർണിങ്സിനെ നമ്മൾ പ്രസന്റ് ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് വേണം പ്രോജക്ട് സെലക്ഷനിലോട്ട് പോകാൻ. അപ്പൊ ഈ ഒരു ക്രിറ്റിസിസം ട്രഡീഷണൽ മെത്തേഡിനുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി പേ ബാക്കിലും കൺസിഡർ ചെയ്യുന്നില്ല, ARRലും കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, ഈ പ്രോഫിറ്റ് ഏൺ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം ആർ ഈക്വൽ വെയിറ്റ്സ്. ഇപ്പൊ നമ്മളിപ്പോ ഓരോ വർഷം നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന് ഒരുപോലെ വെയിറ്റേജ് കൊടുക്കുന്നത്. പക്ഷെ ഫ്യൂച്ചറിൽ ഒരു 10 വർഷം കഴിഞ്ഞ് 10,000 കിട്ടുന്നതും ഇപ്പൊ കിട്ടുന്ന 10,000 രൂപ, ഇപ്പോഴത്തെ 10,000ത്തിന് വാല്യൂ കൂടുതലാണ്. പക്ഷെ ഈ ARRലെ എല്ലാ വർഷത്തെ ഏർണിങ്സിനും ഒരേ ഇമ്പോർട്ടൻസ്, ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തത്, ചില ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വേർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ പ്രോജക്ട് ഈസ് ടു ബി മെയ്ഡ് ഇൻ പാർട്സ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഈ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഇനീഷ്യൽ പ്രോജക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞ് തന്നുണ്ട്. ചില പ്രോജക്റ്റിൽ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് പണം വീണ്ടും ഇറക്കേണ്ടി വരും, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് കൂടുതൽ എമൗണ്ട് ഇറക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലം ആണെങ്കിൽ ഈ ഫോർമുല വെച്ച് നമുക്ക് പ്രോജക്ട് സെലക്ഷൻ പോസിബിൾ അല്ല. ചിലപ്പോൾ ഇപ്പൊ ഒരു 10 ലക്ഷം, 2 വർഷം കഴിഞ്ഞ് വീണ്ടും 10 ലക്ഷം, അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് വീണ്ടും 20 ലക്ഷം, അതായിരിക്കും പ്രോജക്റ്റ്. അപ്പൊ അത്തരം കേസില് നമ്മളുടെ പ്രോജക്റ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ARR കാൽക്കുലേഷൻ അത്ര എളുപ്പമല്ല. Then last one is ഇതിലെ it takes into account only the accounting profit. Accounting concept of profit എടുക്കുന്നുള്ളൂ, not cash inflow. Cash inflow കൺസിഡർ ചെയ്ത് ഏത് മെത്തേഡ് ആണ്? പേ ബാക്ക്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. ഈ ARRല് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡിസഡ്വാൻറ്റേജ്. ചിലപ്പോ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, വാട്ട് ഈസ് പേ ബാക്ക്, അല്ലെ വാട്ട് ഈസ് ARR ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ പഠിക്കണം, ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് ഹെഡിങ് എഴുതിയുള്ളൂ, മോഡേൺ മെത്തേഡ്. ഹെഡിങ് മോഡേൺ മെത്തേഡ്. അതിന്റെ ബ്രാക്കറ്റിൽ ഏതാ? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. Discounted cash flow method. Discounted cash flow method. അതിന്റെ താഴെ ഏതാ? Discounted cash flow method. Discounted cash flow method are based on the concept that rupee earned today is more valuable than a rupee earned tomorrow. Is more valuable than a rupee earned tomorrow. Full stop. Modern method takes into consideration the profitability and the time value of money. Time value of money. Full stop. Under this method, both cash inflow
and outflow at different points of time, are adjusted through discounting process. Next paragraph. The present value of rupee 1, due after many number of years, can be found out with the help of the following formula. താഴെ എഴുതാ present value equals 1 divided by 1 plus r raised to n. 1 divided by 1 plus r whole raised to n, where r is the rate of interest. N is the number of years. Next paragraph. The important discounted cash flow method are ഒന്നാമത്തെ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, ബ്രാക്കറ്റിൽ ഏതാ NPV, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, ബ്രാക്കറ്റിൽ ഏതാ NPV. രണ്ടാമത്തെ മെത്തേഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ബ്രാക്കറ്റിൽ ഏതാ IRR. മൂന്നാമത്തെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, Next heading, net present value method, NPV method. Net present value method, NPV method. This method is one of the time adjusted methods. For evaluating project profitability. Full stop. NPV is net present value earned from investment proposal by adjusting the present value of
cash inflow and outflow. Present value of cash inflow and outflow. Full stop. The present value of cash inflow, the present value of cash inflow and outflow are calculated through the present value of cash inflow and outflow are calculated through discounting process. Calculated through discounting process by using an appropriate discounted rate. Appropriate discounted rate. ഇനി താഴെ എഴുതാം. NPV equals present value of cash inflow, present value of cash inflow minus present value of cash outflow. Cash outflow. ഇനി താഴെ എഴുതാം. NPV may be either positive or negative. NPV may be either positive or negative. Full stop. If the NPV is positive, if the NPV is positive or zero, project is profitable. Project is profitable and acceptable. Full stop. If it is negative, it will be rejected. It will be rejected. Full stop. If more than one project is given, if more than one project is given, more than one project is given, comma, the project with the highest NPV, project with the highest NPV is accepted. Is accepted. Next heading. Steps or procedures. Steps or procedures for finding out NPV. For finding out NPV. നിങ്ങൾക്ക് ഈ വേറെ ക്ലാസ് ഉണ്ടോ? നിങ്ങൾക്കിനി വേറെ ക്ലാസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നിർത്താം. 6. നാളെ ഉണ്ടായോ ഇതുപോലത്തെ ക്ലാസ്? ഇന്ററിന്റെ ക്ലാസ് ഉണ്ടായോ നാളെ?
പക്ഷെ അത് ഇന്ന് രാത്രി ആ ടൈം ടേബിൾ വന്നു എപ്പോഴും അറിയാൻ പറ്റും. അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഞാൻ എനിക്കിന്ന് 4:30 to 6:30 ആണ് പറഞ്ഞത്. അപ്പം ഞാൻ 4:30 എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ ഇനി ബൈ. വായിച്ചു നോക്കിയുള്ളൂ എടുത്തത്. ഇനി KGC നായരുടെ ബുക്ക് ഉള്ളവരെ ടെക്സ്റ്റിന്റെ പുറകിൽ എക്സസൈസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഈ സെയിം ARRന്റെ പേ ബാക്കിന്റെ ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് അതിലുണ്ട് എക്സസൈസിൽ. അത് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ പേ ബാക്ക് ARR പിന്നെ ഞാൻ ഇന്ന് എടുക്കാൻ പോണത് ഇനി നാളെ ഇന്ന് തീർക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ക്ലാസ് അരമണിക്കൂർ ലേറ്റ് ആയിട്ടല്ല വന്നത്. അപ്പോ നിങ്ങൾക്ക് ഈ മാർക്കറ്റിന്റെ PDF-ഉം ട്രേഡ് സൈക്കിളിന്റെ PDF-ഉം നിങ്ങൾക്ക് അയച്ചു തരുന്ന പറഞ്ഞത്. ഇന്ന് നമുക്ക് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോയാലേ പോർഷൻ തീരുള്ളൂ. അപ്പൊ എല്ലാവരും PDF എടുക്കാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നാണ് പറഞ്ഞത്. നമുക്കിനി നാളത്തെ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലോട്ട് വേണം. നിങ്ങളുടെ ആ നോട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ. അല്ല PDF കോപ്പി. ഓക്കെ ബൈ.